ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി വധിച്ചതായുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. എന്നാൽ ഇതിൽ എത്രത്തോളം സ്ഥിരീകരണമുണ്ട് എന്നുള്ളത് വ്യക്തതയില്ല. ഖമേനി കൊല്ലപ്പെട്ടതായി ഇസ്രായേലിലെ ചാനൽ 12 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖമേനിയുടെ വസതിയും ഓഫീസും അടങ്ങുന്ന സമുച്ചയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പൂർണ്ണമായും തകർന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഖമേനി കൊല്ലപ്പെട്ട വാർത്ത ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടില്ല. ആക്രമണത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തെ സുരക്ഷിതമായി മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായാണ് ഇറാൻ ഔദ്യോഗികമായി നേരത്തെ പറഞ്ഞിരുന്നത്. ഖമേനി ഉടൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നും ആക്രമണത്തിന് ശേഷം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതുവരെ അദ്ദേഹം പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ ആശങ്ക വർദ്ധിപ്പിച്ചത്. അദ്ദേഹവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തിയിരുന്നു. ഇറാൻ പ്രതിരോധ മന്ത്രി അമീർ നാസിർസാദെ, IRGC കമാൻഡർ മുഹമ്മദ് പക്പൂർ എന്നിവർ കൊല്ലപ്പെട്ടതായി വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. വിശുദ്ധ റമദാൻ മാസത്തിൽ ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ ജൂതരാഷ്ട്രമായ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ആക്രമണം ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് എന്നുള്ള വിലയിരുത്തലുകൾ ലോകരാഷ്ട്രങ്ങൾ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളും അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് രണ്ടിനും ചേർന്നുള്ള ഗംഭീരമായ ഒരു പ്രഹരം തന്നെ ഇറാൻ അവർക്ക് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പരമോന്നത നേതാവിനെ വധിച്ചതിന് ശേഷമാണോ ഇറാൻ ഇത്ര രൂക്ഷമായി പ്രതികരിച്ചത് എന്ന സംശയവും നേരത്തെ ഉയർന്നിരുന്നു. ഇസ്രായേലിന് നേരെ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെയും ഇറാൻ ആക്രമിച്ചിരിക്കുകയാണ്. സകല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്ത് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിലെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വന്നത്. UAE, ഖത്തർ, സൗദി എന്നിവിടങ്ങളിലും വ്യാപകമായ സ്ഫോടനങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇവിടെയാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളും പ്രവർത്തിക്കുന്നത്. അമേരിക്കയും നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ തിരിച്ചടിയിൽ നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായ വാർത്തയും പുറത്തു വന്നിരുന്നു. ഇതിനകം തന്നെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം നിരവധി മരണങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയും നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ തിരിച്ചടിയിൽ നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് ഒടുവിൽ അമേരിക്കയ്ക്ക് തന്നെ സ്ഥിരീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ബഹ്റൈനിലെ ജുഫൈർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ 5ാം കപ്പൽപ്പട നാവിക താവളത്തിന് സമീപം വലിയ ആക്രമണമാണ് നടന്നത്. ആകാശത്ത് ശക്തമായ തീഗോളകളും സ്ഫോടന ശബ്ദങ്ങളും കേട്ടതായി പ്രദേശവാസികളും വെളിപ്പെടുത്തിയിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ പക്കലുള്ള അത്യാധുനിക മിസൈലുകളുടെ പ്രഹരശേഷി കൂടിയാണ്. ദശാബ്ദങ്ങളായുള്ള പ്രതിരോധങ്ങൾക്കിടയിലും സ്വന്തം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇറാൻ വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾക്ക് ഏത് സുരക്ഷാ കവചത്തെയും ഭേദിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഈ നീക്കം അടിവരയിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശത്രുപാളയത്തിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളെപ്പോലും കൃത്യതയോടെ ലക്ഷ്യം വയ്ക്കാനുള്ള ഇറാന്റെ ഈ മിസൈൽ പവർ പശ്ചിമേഷ്യയിലെ US ഇസ്രായേൽ സഖ്യത്തിന് വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കേവലം ഒരു പ്രാദേശിക സൈനിക ശക്തി എന്നതിലുപരി അതിർത്തികൾക്കപ്പുറം പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ള ഇറാന്റെ ഈ സൈനിക കരുത്ത് ലോകരാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യമായി തന്നെ മാറിയിട്ടുണ്ട്. മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള കപ്പലുകൾ വ്യൂഹത്തിന് നേരെയും വൻതോതിലുള്ള ആക്രമണത്തിനാണ് ഇറാൻ മുതിർന്നത്. ഈ കപ്പലുകൾ കടലിൽ മുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനായി ഹൂതികളും ഹിസ്ബുള്ളയും ഇറാനും സേനയും ചേർന്ന് നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു. ഏത് നിമിഷവും ഹോർമൂസ് കടലിടുക്ക് മറ്റൊരു യുദ്ധക്കളമായി തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. ലോക വ്യാപാരം തന്നെയാണ് സ്തംഭിക്കുക ഇതിലൂടെ. ഇറാന്റെ ആക്രമണം പേടിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലുകൾ പോലും നിലവിൽ വഴിമാറ്റി വിട്ടിരിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ശക്തമായ ആക്രമണം നടത്തിയത്. വിശുദ്ധ റമദാൻ മാസത്തിൽ നടന്ന ഈ ആക്രമണത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക വിശ്വാസികളുടെ വികാരവും ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ആക്രമണത്തിന് തൊട്ടു മുമ്പ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ നിരവധി പ്രദേശങ്ങൾ ഉൾപ്പെടെ രാജ്യവ്യാപകമായി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണം നടന്നതായി വാർത്തകളുണ്ടായിരുന്നു. ടെഹ്റാന്റെ വടക്ക് ഭാഗത്തുള്ള ഷെമീറായിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിഡന്റ് കൊട്ടാരത്തിന് സമീപമുള്ള പ്രദേശത്തും ഖമേനിയുടെ കോമ്പൗണ്ടിന് സമീപവും 7 മിസൈലുകൾ പതിച്ചതായാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തിരുന്നത്. തലസ്ഥാനത്ത് ഖമേനിയുടെ ഓഫീസുകൾക്ക് സമീപം ആക്രമണങ്ങൾ ഉണ്ടായതായി അസോസിയേറ്റഡ് പ്രസ്സും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയും ഇസ്രായേലും കണ്ണിൽ കരടായി കാണുന്ന ഖമേനി ആക്രമണം നടക്കുമ്പോൾ ടെഹ്റാനിൽ ഇല്ലായിരുന്നുവെന്നും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ആദ്യം പറഞ്ഞിരുന്നത്.
ഇതെല്ലാം തന്നെ ഇപ്പോൾ വെളിച്ചം വീശുന്നത് ഇത് കരുതിക്കൂട്ടി തന്നെയുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു എന്നുള്ളതാണ്. 1989 മുതൽ ഇറാന്റെ പരമോന്നത നേതാവായാണ് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനും കരിസ്മാറ്റിക് നേതാവുമായ ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം സ്ഥാനമേറ്റെടുത്തത്. പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ അദ്ദേഹം 1979 ഇറാൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാണ് ജനമനസ്സുകളിൽ ഇടം പിടിക്കാൻ സാധിച്ചത്. സർക്കാരിന്റെ എല്ലാ ശാഖകളിലും സൈന്യത്തിലും ജുഡീഷ്യറിയിലും ആയത്തുള്ള അലി ഖൊമേനിക്ക് വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. രാജ്യത്തിന്റെ ആത്മീയ നേതാവ് എന്ന നിലയിലും പോരാളി എന്ന നിലയിലും ഇറാനികൾക്ക് മാത്രമല്ല ലോകത്തെ ബഹുഭൂരിപക്ഷം ഇസ്ലാമിക വിശ്വാസികൾക്കിടയിലും സൂപ്പർ ഹീറോ ആയിരുന്നയാളാണ് ഖൊമേനി. പാശ്ചാത്യ രാജ്യങ്ങളെ ചെറുത്തു നിൽക്കാൻ ഏത് മാർഗം സ്വീകരിക്കാനും മടിക്കാത്ത ഖൊമേനി അമേരിക്കയെ ഇറാന്റെ 1-ാം നമ്പർ ശത്രു എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് തന്നെ. ഇറാനിലെ 2 പ്രമുഖ സുരക്ഷാ സ്ഥാപനങ്ങളായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെയും ലക്ഷക്കണക്കിന് വളണ്ടിയർമാരുള്ള ബൂസിജ് അർദ്ധസൈനിക സേനയുമാണ് ഖൊമേനിയുടെ പ്രധാന പിൻബലമായിരുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്നും അവരുടെ ആണവ പരിപാടി സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്നും ഖൊമേനി വളരെ കാലമായി പറഞ്ഞിരുന്നതാണ്. എന്നാൽ അത് അമേരിക്കയും ഇസ്രായേലും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രം ഇറാൻ ആണവായുധം പിന്തുടരുകയാണ് എന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ ഇന്റലിജൻസോ UN ആണവ നിരീക്ഷണ സംഘമോ ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഇറാന്റെ പരമാധികാരത്തിൽ കയറിയാണ് അമേരിക്ക ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണകൂടം ആക്രമണത്തെ തങ്ങളുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായാണ് കാണുന്നത്. അയൽരാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തേക്കാൾ ഉപരിയായി തങ്ങളെ ആക്രമിച്ച അമേരിക്കയെയും ഇസ്രായേലിനെയും എന്ത് വില കൊടുത്തും പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ടെഹ്റാൻ ഇപ്പോൾ ഉള്ളത്. ജൂണിൽ നടന്ന ആക്രമണത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നെങ്കിലും അവശേഷിക്കുന്ന ആയുധശേഖരം മുഴുവൻ ഉപയോഗിച്ച് തുറന്ന യുദ്ധത്തിനാണ് ഇറാൻ ഒരുങ്ങിയിരിക്കുന്നത്. ആക്രമണങ്ങൾ ഇനിയും ദിവസങ്ങളോളം നീണ്ടു നിൽക്കാമെന്ന സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു മഹായുദ്ധത്തിന്റെ വക്കിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. ഇതോടെ ഒരു പതിറ്റാണ്ടിന്റെ നയതന്ത്ര ചർച്ചകൾക്ക് വിരാമമിട്ട് പശ്ചിമേഷ്യ വീണ്ടും കത്തിയെരിയുന്ന ഒരു നിമിഷത്തിലേക്കാണ് എത്തിയത്. 40 വർഷത്തിലേറെയായി ഇറാന്റെ ആത്മീയ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ് ആയത്തുള്ള അലി ഖൊമേനി. 1939 ഏപ്രിൽ 19 ജനിച്ച അദ്ദേഹം ഇറാനിലെ മഷ്ഹദിലും ഇറാഖിലെ നജാഫിലും മതപരിശീലനം നേടിയിട്ടുമുണ്ട്. ഇറാനിലേക്ക് മടങ്ങിയ അദ്ദേഹം ഒടുവിൽ കോമിൽ സ്ഥിരതാമസമാക്കുകയും അവിടെ ആയത്തുള്ള ഹൊസൈൻ ബൊറൂജർഡി, പിൽക്കാലത്ത് പരമോന്നത നേതാവായി മാറിയ ആയത്തുള്ള റൂഹുല്ല ഖൊമേനി തുടങ്ങിയ വ്യക്തികളുടെ കീഴിൽ പഠനം തുടരുകയും ചെയ്തിട്ടുണ്ട്. 1960കളിലും 70കളിലും റെസ പഹ്ലവിക്കെതിരായ രഹസ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സവാക് രഹസ്യ പോലീസ് അദ്ദേഹത്തെ പലതവണ അറസ്റ്റ് ചെയ്യുകയും തടവറയിൽ മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തിട്ടുണ്ട്. 1979 ഇറാൻ ഇസ്ലാമിക് വിപ്ലവത്തെ തുടർന്ന് റൈസ പഹ്ലവി സ്ഥാനഭ്രഷ്ടനാവുകയായിരുന്നു. വിപ്ലവാനന്തര ഇറാന്റെ ആദ്യകാലങ്ങളിൽ വളരെ വേഗത്തിൽ ഉയർന്നു വന്ന ഖൊമേനി ഇസ്ലാമിക് റവല്യൂഷണറി കൗൺസിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമനിർമ്മാതാവ്, ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ടെഹ്റാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്കും അദ്ദേഹം നേതൃത്വം നൽകി വരുന്നുണ്ട്. 1989 പള്ളിയിൽ പ്രസംഗിക്കുന്നതിനിടെ അടുത്തുള്ള ടേപ്പ് റെക്കോർഡറിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ച് വധശ്രമത്തിന് ഇരയായ വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു ഖൊമേനി. പുരോഹിത വിരുദ്ധ പ്രതിപക്ഷമായ ഫോർഖാൻ ഗ്രൂപ്പാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. ഖൊമേനിക്ക് അന്ന് ഗുരുതരമായി പരിക്കേൽക്കുകയും വലതുകൈ തളരുകയും ചെയ്തിട്ടുണ്ട്. 1989 ഓഗസ്റ്റിൽ വിമത മുജാഹിദീൻ ഇ ഖൽ മുജാഹിദീൻ ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ എന്ന സംഘടന പ്രസിഡന്റ് മുഹമ്മദ് അലി റജാത്തയും പ്രധാനമന്ത്രി മുഹമ്മദ് ജവാദ് ബഹോനയും കൊല്ലപ്പെട്ടതിനു ശേഷം 97% വോട്ടുകൾ നേടി ഖൊമേനി ഇറാന്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുകയായിരുന്നു. 1989 US-ഉം സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധം അവസാനിച്ചതോടെ ലോകക്രമം മാറിമറിയുകയും ഇറാനിലും കാര്യമായ മാറ്റങ്ങളും കണ്ടു തുടങ്ങിയിരുന്നു. 1989 ജൂൺ 3 നടന്ന ഖൊമേനിയുടെ മരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ വഴിത്തിരിവായിരുന്നു. ഖൊമേനിയുടെ ദീർഘകാലത്തെ പിൻഗാമിയായി നിയുക്തനായ ആയത്തുള്ള ഹൊസൈൻ അലി മുന്താസാരിയെ 3 മാസം തികയ്ക്കും മുമ്പ് സ്ഥാനഭ്രഷ്ടനാക്കുകയും തുടർന്ന് ഇറാന്റെ പുതിയ നേതാവായി ഇറാന്റെ വിദഗ്ധ അസംബ്ലി ഖൊമേനിയെ നിയമിക്കുകയും ചെയ്തിരുന്നു. ഭരണകൂടത്തിനുള്ളിൽ നിന്നും ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്നും ഖൊമേനിക്ക് ധാരാളം എതിർപ്പുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. 1990കളിൽ റസ്ജനിയുടെ ഉദാരവൽക്കരണ പ്രവർത്തനങ്ങൾ ഖൊമേനിയുടെ യാഥാസ്ഥിതികത്വവുമായി കൂട്ടി യോജിപ്പിച്ചതോടെ പ്രസിഡന്റും പരമോന്നത നേതാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരുന്നു. 90കളുടെ മധ്യത്തിലും മുതൽ ഇറാൻ രാഷ്ട്രീയത്തിൽ ലിബറൽ പരിഷ്കാരവാദ പ്രസ്ഥാനത്തിന്റെ ഉദയത്തോടെ ഖൊമേനിയുടെ ആശയങ്ങൾ കൂടുതൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
അന്താരാഷ്ട്ര ഉപരോധങ്ങൾ രാജ്യത്തെ ദുർബലപ്പെടുത്തിയിരിക്കാൻ പ്രതിരോധം എന്ന സിദ്ധാന്തം വഴി ഖമേനി ഇറാന്റെ സർവ്വ സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിക്കുകയും എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, ചൈനയും റഷ്യയും വ്യാപാരം വികസിപ്പിക്കുക, സംസ്ഥാന സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സബ്സിഡി വെട്ടിക്കുറയ്ക്കൽ രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. ഖമേനി ആണവശാസ്ത്രത്തെ പുരോഗതിയുടെ അടയാളമായി കാണുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. ഖമേനിയെ സംബന്ധിച്ചിടത്തോളം യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ഇറാന്റെ അവകാശം ഊർജത്തെക്കുറിച്ച് മാത്രമല്ല പരമാധികാരത്തെക്കുറിച്ച് കൂടിയാണ്. എന്നാൽ ഇറാൻ ആണവായുധം ആഗ്രഹിക്കുന്നില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചും വ്യക്തമാക്കിയിരുന്നു.